സർ, നമ്മള് ടോക്കൺസ് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? അതായത് നമ്മൾ വാങ്ങിച്ചു വെച്ച ടോക്കൺസ് നമ്മളെ വാലറ്റിൽ നിന്നും നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുക, എക്സ്ചേഞ്ച് വഴിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ അത് ബിനാൻസിൻ്റെ ഉണ്ട്, അതുപോലെ ബാസിറിക്സ്, ഡെൽറ്റ, അങ്ങനെ കുറേ എക്സ്ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ ഒരു കോയിൻസ് വിൽക്കാൻ പോകുന്നത്, അല്ല ടോക്കൺസ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ എക്സ്ചേഞ്ചിൽ തന്നെ നമുക്ക് പിയർ ടു പിയർ സംവിധാനം ഉണ്ടാവും. അതായത് നമുക്ക് വിൽക്കാൻ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബിറ്റ് കോയിൻ ഇന്ന് അതിന് $1,13,000 വിലയെങ്കിൽ ഞാൻ ചിലപ്പോൾ 1,13,000 സംതിങ് കുറച്ച് താഴ്ത്തിട്ട് ഞാൻ വില ഇടും. അല്ലെങ്കിൽ അങ്ങനെ ഇത്ര കോയിൻസ് അല്ലെ ഇത്ര മൂല്യം വരെ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇത്ര രൂപയ്ക്ക് ഞാൻ മേടിക്കാൻ തയ്യാറാണ്. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ഞാൻ ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ വിൽക്കാനും വാങ്ങാനും വരുന്ന ഒരു സിസ്റ്റം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ഈ എക്സ്ചേഞ്ചിന്റെ സൈറ്റിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കുന്നവർക്ക് ഇന്ന വില കൊടുത്ത് ഇന്ന ആളിരിക്കുന്നു മേടിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വിലക്ക് ആൾക്കാർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഡീൽ നടത്താം. അപ്പൊ നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇത് വാങ്ങാൻ നിൽക്കുന്ന ഒരാള് ഒരു അമേരിക്കക്കാരനാണ്. ഈ അമേരിക്കക്കാരൻ എനിക്കറിയില്ല, അതുപോലെ അയാൾക്ക് എന്നെ അറിയില്ല. എനിക്ക് ഈ ടോക്കൺ വിൽക്കണം. അപ്പൊ നമ്മുടെ ടോക്കണിന്റെ വില എത്രയാണോ അത് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നു. അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് ഈ ടോക്കൺ ഈ പ്രൈസിന് വാങ്ങിക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? INR, നമുക്ക് ഇന്ത്യൻ മണി വേണം. അപ്പൊ ഈ ക്രിപ്റ്റോ മേഖലയിൽ പൊതുവായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് USDT-യുടെ ഒരു ലെവലിലാണ്. USDT ഇതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതായത് സ്റ്റെബിലിറ്റിയാണ്. അതായത് അതിന് വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. ഡോളറിന്റെ അതേ പ്രൈസിൽ തന്നെ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് USDT എന്ന് പറയുന്നത്. അപ്പൊ ഈ USDT-യിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ പോലും നിലവിലെ ഡോളറിനേക്കാളും ഒരു $4-5 കൂടുതലായിരിക്കും USDT. അപ്പൊ USDT ആണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും USDT വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ടാവും. USDT ആവശ്യമുള്ള ആൾക്കാർ അത് ഈ കമ്പ്യൂട്ടർ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ USDT ആവശ്യമായിട്ട് വന്നത്. അപ്പം നമുക്ക് ഡോളർ ആണെങ്കിൽ ഒരാൾക്ക് നമ്മുടെ സാധനം കൊടുത്തിട്ട് പൈസ മേടിക്കുന്ന ഡോളർ ഇവിടെ കൊണ്ടുത്തരണ്ടേ? ഇല്ലാണ്ട് ഇതിങ്ങനെ പറഞ്ഞു വരാൻ പറ്റില്ല. അപ്പൊ USDT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്, സ്റ്റെബിലിറ്റി ആയിട്ടുള്ള നിലനിൽക്കുന്ന ഒരു കോയിനാണ് USDT. അപ്പൊ USDT നമുക്ക് മേടിച്ചിട്ട് ആ USDT നമുക്ക് പിന്നെ വീണ്ടും നമുക്ക് INR ആയിട്ട് മാറ്റാൻ പറ്റും. അതൊരു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് USDT അത്ര പ്രസക്തമായിട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ INR കിട്ടണം. INR ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരാളാണ് നമുക്ക് നമ്മുടെ കോയിൻസ് വാങ്ങിക്കുന്നത്, അല്ല ടോക്കൺസ് വാങ്ങിക്കുന്നത്. ആ ഇന്ത്യയിലുള്ള ആൾക്കാരോട് നമ്മൾ പറയുകയാണെങ്കിൽ അവർ USDT ആയിട്ട് മേടിക്കേണ്ട കാര്യമില്ല, നമുക്കത് INR ആയിട്ട് മേടിക്കണം. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 രൂപ തന്നു, ഒരു 50,000 രൂപ ടോക്കൺ നമ്മൾ കൊടുക്കും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു UPI അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷനോ എങ്ങനെയാ ഒരു 50,000 രൂപ തന്നു. ഈ 50,000 രൂപ നിങ്ങൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിയാണ് തന്നത്. പക്ഷെ ഈ വ്യക്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമുക്കും അറിയില്ല, അവർക്കും നമ്മൾ പരസ്പരം ബന്ധമില്ല. പക്ഷെ ഈ എക്സ്ചേഞ്ചിൽ വിൽക്കുന്ന സമയത്ത് കൊടുക്കാനും മേടിക്കാനും തമ്മിൽ അവർ തമ്മിലൊരു ഡീലാണ്. ആ ഡീല് നടത്തുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ടോക്കൺ കൊടുത്തു, അവർ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ. ഇത് തമ്മിൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്മാർട്ട് കോൺട്രാക്റ്റും അതുപോലെ തന്നെ എസ്ക്രോ എന്നൊക്കെ പറയണം. അപ്പൊ ഇത്തരം സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഡീലിങ്ങും ഉറപ്പായിട്ട് ചെയ്തു എന്ന് കൺഫേം സിസ്റ്റം ചെയ്യും. അതല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കിട്ടി ഒരാൾക്ക് ടോക്കൺ കിട്ടിയില്ല എന്നുള്ള കംപ്ലൈന്റ് വരും. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും എസ്ക്രോ സിസ്റ്റമൊക്കെ വരുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്.